അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നു. സ്വകാര്യ ഇടങ്ങളിൽ ഇനി കൂട്ടമായി ആളുകൾ കൂട്ടം കൂടി ചേർന്ന് നമാസ് നടത്താൻ പാടില്ല, നിസ്കാര പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് യു പിയിലൊക്കെ നമ്മൾ ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ, ഗ്രാമങ്ങളിലല്ല നഗരങ്ങളിലായാലും എവിടെയായാലും യു പിയുടെ പല ഭാഗത്തും ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു സ്വകാര്യ ഭൂമിയിൽ ഒരു വീടൊക്കെ അങ്ങ് മസ്ജിദായിട്ട് മാറും. ഇത് എന്നിട്ട് അവിടുത്തെ ആൾക്കാർ അവിടെ ഒത്തുകൂടുന്നു. പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ കാര്യങ്ങളോ അവിടുത്തെ ലോക്കൽ ബോഡിയിലോ ജില്ലാ ഭരണകൂടത്തിലോ ഒന്നും കാണില്ല. അവിടെ പെട്ടെന്നൊരു പള്ളിയാവും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വന്ന് നിസ്കരിക്കുന്നു. ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യു പിയിലെ റോഡുകളിൽ പോലും, അതായത് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആൾക്കാർ റോഡിൽ നിസ്കരിക്കുന്ന വീഡിയോകൾ നിരവധിയാണ്. പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ട്രെയിനുകളിൽ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രെയിനുകളിൽ, പ്രത്യേകിച്ച് യു പി എന്നല്ല, ശരിക്കും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക്, അല്ലെ പശ്ചിമ ബംഗാളിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ട്രെയിനുകളിൽ ഈ ആൾക്കാർ നമുക്ക് നടക്കാൻ കഴിയില്ല, ബ്ലോക്ക് ചെയ്ത് തീർന്നിട്ട് അവർ നിസ്കരിക്കുന്നതാണ്. അതിനൊക്കെ ഇത് പബ്ലിക് പ്ലേസിലാണ്, അത് ഓൾറെഡി നിരോധിച്ചിട്ടുണ്ട്. പബ്ലിക് പ്ലേസിൽ ഈ പറയുന്ന നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ സ്വകാര്യ ഭൂമിയിൽ ആളുകൾ കൂട്ടം കൂടി, ആ കുടുംബക്കാരല്ലാതെ മറ്റുള്ളവർ കൂട്ടം കൂടി നിസ്കരിക്കുന്നത് കോടതി വിലക്കിയിരിക്കുന്നു. ഇത് ശരിക്കും അനിവാര്യമായൊരു കാര്യമല്ലേ? അത് ഭരണഘടനയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് പ്രിയൻ. കാരണം മതസ്വാതന്ത്ര്യം അനുശാസിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ പ്രാർത്ഥന നടത്താം, ആചരിക്കാം, അതിലെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എല്ലാം ഫോളോ ചെയ്യാം. പക്ഷേ ഇതൊരു റൈഡറുണ്ട് ഇതിനകത്ത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇപ്പം മതപരിവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള കോൺട്രവേഴ്സ് നടക്കുന്നുണ്ട്. മതപരിവർത്തനത്തിൽ അവർ പറയണത് എന്താ, ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും മതപരിവർത്തനം നടത്താം. അങ്ങനെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. പ്രിയന് ഇഷ്ടമുള്ളൊരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രിയന് സ്വന്തം മതത്തെക്കുറിച്ച് പ്രചരണം നടത്താനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പബ്ലിക് ഓർഡറിനെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്നും ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ പറ്റില്ല. ആരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ അതിൽ പൈസ കൊടുത്തോ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയ മതപ്രചരണം നടത്തരുതെന്നും നിയമമുണ്ട്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതിനകത്ത് പ്രിയൻ പറഞ്ഞില്ലേ, ഇപ്പം സ്വകാര്യ ഭൂമിയിൽ ഈ നമാസിന് വേണ്ടി ആൾക്കാർ കൂട്ടണമെന്ന് പറയുന്നത്, ഇതൊരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. ഇത് യു പിയിൽ ബംഗാളിലും മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഇതേ പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷനിലും തീവണ്ടികളിലും ഇവർ നമാസ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ച കോളേജിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെയുള്ള ഇസ്ലാമിക് സുഹൃത്തുക്കൾ പായം കൊണ്ടുവന്ന് അവിടെ നിന്ന് നിസ്കരിക്കണ ക്ലാസ് റൂമിൽ നിസ്കരിക്കാറുണ്ട്. അത് അവരുടെ, നമുക്കിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലത്ത് കൂട്ടം കൂടി നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കോടതി പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ബൈക്കുള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിൽ പരേൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. വെള്ളിയാഴ്ചകളിലുണ്ടല്ലോ ഉച്ചയ്ക്ക് അതുവഴി പോകാൻ പറ്റില്ല. പബ്ലിക് റോഡ്, ഹൈവേ അവിടെ ബാൻഡ്, ആൾക്കാർക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അവരവിടെ അത് റോഡ് ഒക്കുപ്പൈ ചെയ്ത് അവിടെ നമാസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കൊന്നും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരിക്കുള്ളൂ എന്ന് തോന്നുന്നു. ഈ വിമാനത്താവളങ്ങളിലൊക്കെ പ്രെയർ റൂമുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ അമ്പലമുണ്ടോ? ഇല്ല സാർ. ഇത് ഈ വിമാനത്താവളങ്ങളിലെ പ്രെയർ റൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാ റിലീജിയനും ഉള്ളതാണ്. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വിമാനത്താവളങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം നേരിടുന്ന അവസ്ഥയാണ്. നമുക്കിപ്പോൾ സന്ധ്യാസമയമായി, ഇല്ലെങ്കിൽ നമ്മൾ സന്ധ്യാവന്ദനം ചെയ്യുന്നവരാണ് ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗവും. ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആഭിചാരത്തിൻ്റെ ഭാഗമായിട്ട്, കമ്മ്യൂണിസ്റ്റ് ആഭിചാരമല്ല, കമ്മ്യൂണിസ്റ്റ് വ്യഭിചാരമാണ് ശരിയാണ്, അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ സംസ്കാരം ഇല്ലാത്തവരായി പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ പറയുന്ന വിമാനത്താവളങ്ങളിലെ പ്രെയർ റൂമുകളൊക്കെ ഈ ജിഹാദികൾ കൈയടക്കാറുണ്ട്. അവിടെ നമ്മൾ ചെന്നിരുന്ന് വൈകുന്നേരം സന്ധ്യാവന്ദനം ചെയ്യുകയോ ലളിതാ സഹസ്രനാമം വായിക്കുകയോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ചൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്, ആക്രമിക്കാൻ വരും. ഇത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് മാത്രവുമല്ല, പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കേണ്ടതില്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും
ഈ ബംഗ്ലാദേശികളെയും പാകിസ്ഥാനെയും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക ഇവർ. കാരണം ഇവർ ചെന്നിട്ട് ചില ഏരിയകളിൽ ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കും. വാടകയ്ക്ക് എടുത്ത് 1 2 പേരായിരിക്കും വാടകയ്ക്ക് എടുക്കുന്നത്. പിന്നീട് ഈ ബിൽഡിങ് ഒരു മസ്ജിദായിട്ട് മാറുക. അതായത് 100 കണക്കിന് ആ പ്രദേശത്തുള്ള പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും വന്ന് അവിടെ പള്ളിയാക്കുന്നു, അവിടെ പിടിച്ചുപറി കൂടുന്നു, ആക്രമണങ്ങൾ കൂടുന്നു, സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് കൂടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ കേന്ദ്രീകരിക്കും. അപ്പോൾ പിന്നീടായിരിക്കും ഒരു ദിവസം ഒരു മസ്ജിദ് എന്നുള്ള ബോർഡ് വരുന്നത്. ഇത് യൂറോപ്പിൽ പരസ്യമായതോടുകൂടി, ഇത് നിരന്തരമായതോടുകൂടി അവിടുത്തെ അതോറിറ്റികൾ നടപടിയെടുക്കാൻ തുടങ്ങി. പറഞ്ഞ അനധികൃതമായിട്ടുള്ള ഒരു പള്ളിയും ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അത് അവിടെ ടാക്സ് കൊടുത്ത് അവിടെ പാർക്കിംഗ് ലോട്ട് കൊണ്ടുവന്ന് അതിനുള്ള സൗകര്യം ഉണ്ടാക്കാതെ ഇത് പാടില്ല. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം അവർക്കൊരു വീട് വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക ചെയ്തിട്ട് മസ്ജിദാക്കുക ചെയ്യുന്നത്. അത് ആരുടെ, എന്നിട്ട് അവിടെ 4 സൈഡും ഈ മൈക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഈ സൗണ്ട് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കേൾക്കുന്നതാണ്. പക്ഷെ മലപ്പുറത്തൊരു ക്ഷേത്രത്തിൽ സുപ്രഭാതം രാവിലെ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രം പൂട്ടിക്കാൻ നടന്നവരാ. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു ക്ഷേത്രം SDP പൂട്ടിച്ചു. ആ പൂട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കാൻ സമ്മതിച്ചില്ല. അത് വലിയ പ്രശ്നമായിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് നിരന്തരമായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ നടപടി യോഗിയുടെ ഒരു മാതൃക ഇതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അവർ ഒരു കാര്യം പറയുന്നുണ്ട്, യോഗി അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങളെ കണ്ടുപോകാനും പീഡിപ്പിക്കണമെന്ന്. എന്താ കാര്യം എന്നറിയാമോ? അവിടെ അധോലോക നായകന്മാർ കുറേ പേരുണ്ടായിരുന്നു. അതെ. ഓരോരുത്തരുടെ പേരിൽ 50ഉം 60ഉം കൊലപാതക കേസുകൾ മുലായം സിംഗ് യാദവ് ഭരിച്ചിരുന്ന കാലത്ത് തന്നെ അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഒളിവിൽ കഴിഞ്ഞിരുന്നു. പലരും അവരെ പിടികിട്ടാപ്പുള്ളികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ പോലീസ് എൻകൗണ്ടറിൽ കൊന്നു അവർ. ഇപ്പോൾ ഒരു അത്തീഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞൊരു ഭീകരവാദി ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ഇല്ലേ, എന്താ അയാളുടെ പേര്, അൻസാരി, ഖാലിദ് അൻസാരി, എന്തൊരു അവൻ്റെ ഊശാന്താടിയും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അയാളുടെ മരുമകൻ ഒരു ഇതേപോലെ ഒരു അൻസാരി ഉണ്ടായിരുന്നു. ആ അൻസാരിനെയും കൊന്നു. ഇതെല്ലാം കഴിഞ്ഞ അതിനെ പറ്റിയിട്ട് ഒരു വാചാലന്മാരാവും. ഈ എന്താ സിവിൽ ലിബർട്ടീസും പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ. അതേസമയം വിവേക് ദുബൈ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ അധോലോകിനെ ഇതേ യോഗിയുടെ പോലീസ് വെടിവെച്ച് കൊന്നു എൻകൗണ്ടറിൽ. അതിനെപ്പറ്റി ഒരു മിണ്ടൂല. അപ്പം പോയില്ലേ. കാരണം അവിടെ ഈ അധോലോക നായകന്മാർക്കും മാഫിയ തലവന്മാർക്കും ഒന്നും മതമില്ല, ജാതിയില്ല. കിട്ടണവനെ പറഞ്ഞാൽ കേൾക്കാത്തവന്മാരെ അങ്ങോട്ട് കൊന്നേക്കാനാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അല്ലാണ്ട് വേറെ മാർഗമില്ല ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട്. അത് പറയില്ല ഇവർ. ഇപ്പം കേരളത്തിൽ തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957-58 പീരീഡിലല്ലേ മനത്തല ശിവക്ഷേത്രത്തിലെ ഉത്സവം നടന്നപ്പോൾ അവിടുത്തെ ഘോഷയാത്ര ഒരു മോസ്കിൻ്റെ മുമ്പിൽ കൂടി കടന്നു പോകാൻ സമ്മതിക്കാതിരുന്നവർ. അത് എന്നിട്ട് ഈ മോസ്ക് കണ്ട് വന്നിട്ട് കുറച്ച് നാളെ ആയിരുന്നുള്ളൂ. ഈ ശിവക്ഷേത്രം എന്താ പറയുക, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് അവർ നോക്കിയത്. അതുപോലെ മലപ്പുറത്ത് എന്താ ഒരു അങ്ങാടിപ്പുറത്തുള്ള നരസിംഹമൂർത്തി ക്ഷേത്രം അവർ തകർത്തില്ലേ. ഞാൻ അതിനെക്കുറിച്ച് വായിക്കുന്നത് ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞ പത്രത്തിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വി സുന്ദരം എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. മലപ്പുറത്തൊരു ക്ഷേത്രത്തിൻ്റെ 2.5 ഏക്കർ ഇവിടെ ഇതെല്ലാം രേഖകളെല്ലാം ഉണ്ട്. നമ്മൾ അവിടുത്തെ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തിലെ ക്ഷേത്രത്തിന്, ആ ക്ഷേത്രത്തിൽ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം തന്നെയാണ്. അതിന് ഏതാണ്ട് 2.5 ഏക്കർ ഭൂമിയുണ്ട്. പക്ഷേ ഇപ്പം 3 സെൻറ്റാണ് ഇതിന്. ആ ക്ഷേത്രമുണ്ട് ഇപ്പോഴും, അതിൻ്റെ അവശിഷ്ടം അവിടെ കിടപ്പുണ്ട്. 3 സെൻറ്റാണുള്ളത്. ബാക്കി മുഴുവൻ മസ്ജിദും മദ്രസയൊക്കെയാണ്. ഇതാണ് അവസ്ഥ. കേരളത്തിലെയും അല്ല, ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല ക്ഷേത്രങ്ങൾ ഇങ്ങനെ കൊള്ളയടിച്ച് തകർത്ത് മസ്ജിദാക്കിക്കണ. എല്ലായിടത്തും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ 1921 മാപ്പിള ലഹളയെ പറ്റി പറയുമ്പോൾ ഹിന്ദു വംശീയ ഹത്യയാണ് അത്. നമ്മളൊക്കെ ഇഷ്ടംപോലെ ഇത് ഈ വിവരമുണ്ട് അതിനെക്കുറിച്ച്. കാരണം ഈ വംശീയ ഹത്യനെ തുടർന്ന് ശ്രീനാരായണ ഗുരുദേവൻ അതിനെക്കുറിച്ചൊരു ഫാക്ട് ഫൈൻഡിങ് മിഷനായിട്ട് അയച്ചത് മഹാകവി കുമാരനാശാനെയാണ്. അദ്ദേഹം വന്ന് എഴുതിയ ഒരു കവിതയാണ്, റിപ്പോർട്ട് എഴുതി കൊടുത്തു. അതിൻ്റെ പുറകെ അദ്ദേഹം ഒരു കവിത എഴുതി, ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി കുമാരനാശാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ എന്താ പറയുക, അഭിമതൻ അല്ലാതായി.
ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോപ്പേറും ഏറെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അതെ, വരികൾ. അതേപോലെ ക്രൂരന്മാരായ മുഹമ്മദർ കൊന്നു തള്ളുന്ന ഹിന്ദുക്കളെ പറ്റിയിട്ട് അവരുടെ ദയനീയ അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറഞ്ഞ നോവലില് ആത്മകഥാപരമായ നോവൽ എന്നാണ് പറഞ്ഞത്. അതിനകത്തും ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു മാപ്പിള ലഹള എന്താണെന്നുള്ളതിന് അദ്ദേഹം അത്ര ഓപ്പണായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഹിന്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതെ. അപ്പം ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നടക്കുന്നു. ഈ റിലീജിയസ് പ്രാക്ടീസ്, മതപരമായ ചടങ്ങുകൾ, അതിനോടൊന്നും ആർക്കും വിരോധമില്ല. പക്ഷേ അത് മറ്റുള്ള ജനങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഈ മാർക്സിസ്റ്റുകാർ ക്ഷേത്രങ്ങൾ കയ്യേറി അവിടെ ചെഗുവേരയുടെയും പിന്നെ കാസ്ട്രോയുടെയും ഫോട്ടോയും വെച്ച് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ പാട്ടും പാടി. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. അവിടെ ഗാനമേളയ്ക്ക് വെച്ചിരിക്കണ ആപ്പ് ജയ്സ കോയി മേരി ജിന്ദഗി മേ എന്നാണ് കുർബാനി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടും, അതേപോലെ തന്നെ എന്താ ഒരു കാബറെ ഡാൻസ് കളിക്കുമ്പോൾ പാടുന്ന മറ്റൊരു പാട്ടുമൊക്കെ വെച്ചിട്ടാണ് ഗാനമേള അമ്പലമുറ്റത്ത്. അവരുടെ സംസ്കാരം അതാ, അവർക്ക് അതില്ലാതെ പറ്റില്ല. അവിടെ ഭക്തിഗാനം പാടാൻ പാടില്ല അവിടെ.